എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എല്ലാ പടവും അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല. ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടുന്ന സിനിമയാണ് ഇത്. കൂടുതൽ ഓടണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഇപ്പം അടുത്ത കാലത്ത് കണ്ട സിനിമയിൽ വെച്ചൊരു കഥയുള്ള ഒരു സിനിമയാണ്. മെസ്സേജായിട്ട് അങ്ങനെയായിട്ടൊന്നുമില്ല, പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട്. നല്ല മൂവിയായിരുന്നു. കോമഡി ഉണ്ട്, ത്രില്ലറാണ്, നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ല, നല്ല മൂവി. ആവറേജ് മൂവി. എത്ര വൺ ടൈം വാച്ച് സെറ്റ്. നല്ല സിനിമ, നല്ല കഥയുണ്ട്, പാട്ടുണ്ട്, കണ്ടോണ്ടിരിക്കുക, ഫാമിലി ആയിട്ട് കാണാനൊക്കെ നല്ല സിനിമ. കൊള്ളായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല നല്ല മൂവിയാണ്. മെസ്സേജായിട്ട് കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. നല്ല കോമഡി ത്രില്ലർ നമുക്ക് ഇഷ്ടപ്പെട്ടു. ബൈജുവിൻ്റെ കോമഡി കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല ഫിലിം തന്നെ. വലിയ കഥയൊന്നുമില്ല, എങ്കിലും സാധാരണ ഒരു പടം. മെസ്സേജായിട്ടൊന്നും പറയാനില്ല. ചെറിയൊരു കഥ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ത്രില്ലർ ചെറിയ രീതിയിൽ അതുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ട്, പടത്തിന് നല്ല മെസ്സേജ് ഉണ്ട്. നല്ല പടമാണ്, കണ്ടോണ്ടിരിക്കുക, ഫാമിലി ആയിട്ട് കണ്ടോണ്ടിരിക്കുക. എടുത്തു പറയാനുള്ളത് അങ്ങനെ എടുത്തു പറയാൻ നല്ല പടമാണ്. നന്നായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല ഇപ്പോൾ കാണാൻ ഇറങ്ങിയതിൽ കുറച്ച് നല്ല ചെറിയ സെമി ത്രില്ലർ എന്ന് പറയാം. മെസ്സേജ് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കണ്ടതാ ഞാൻ കണ്ടതാ. അതാ സംഭവം കൊള്ളാം. പുതിയ ടീമാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. എന്നാലും കൊള്ളാം. എൻ്റെ BGM കൊള്ളാം, ക്യാമറ വർക്ക് കൊള്ളാം. പൊതുവെ അഭിനയിക്കുന്നവർ മോശമെന്ന് പറയാനില്ല. മെസ്സേജായിട്ട് അങ്ങനെയായിട്ടൊന്നുമില്ല, പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട്, ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടുണ്ട്. നല്ല സൂപ്പർ പടം. ഇടയ്ക്ക് കുറച്ച് നാളിന് ശേഷം നല്ലൊരു പടം കണ്ടു. മെസ്സേജ് അങ്ങനെ അല്ല, ഒരു എൻ്റർടൈനറാണ്, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പ്രത്യേക ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. ഇന്ദ്രജിത്ത് കൊള്ളാം, അതിൽ എല്ലാവരും അഭിനയിച്ചേക്കുന്നവരെല്ലാവരും കൊള്ളാം. പ്രത്യേക രീതിയിലാണ് പടം പോയിരിക്കുന്നത്, അതാണ് ഇഷ്ടപ്പെട്ടത്. അതായത് ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളോട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ബൈജു ഒക്കെ നല്ലവണ്ണം സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു അഭിനയം തന്നെ കാണിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്തായാലും വളരെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സംഭവങ്ങളെല്ലാം ഇപ്പം നടക്കുന്ന കാര്യം തന്നെ, കളർ ശിക്ഷയും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള 2 മണിക്കൂർ. അതെ, പടത്തിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും നല്ലൊരു മെസ്സേജാണ്. അടിപൊളിയായിരുന്നു, സൂപ്പർ പടം. അതായത് കോമഡി ഉണ്ട്, അതിൽ ഒരു എന്താ പറയുക, ട്രാജഡി ഉണ്ട്, അതിൽ ഒരു സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. മെസ്സേജാണ്. നന്മയ്ക്കെതിരെ തിന്മ എപ്പോഴും ജയിക്കില്ല എന്നുള്ളത്, അത് എന്തായാലും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റും എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് എല്ലാ പടവും അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലതായിട്ട് തന്നെ ഒരു കൊടുത്ത കാശിന് മുതലാവും. കൊള്ളാൻ മോനെ, നന്നായിട്ട് ഇഷ്ടമായി. പ്രശ്നമായിട്ടൊന്നും തോന്നില്ല, നമുക്കൊക്കെ ഇഷ്ടമാവും. നല്ല പടമാണ്, നന്നായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. ലാസ്റ്റ് ഇന്ദ്രജിത്തിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പെർഫോമൻസും കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ പറയുക, ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടുന്ന സിനിമയാണ് ഇത്. കൂടുതൽ ഓടണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ കണ്ട സിനിമയിൽ വെച്ചൊരു കഥയുണ്ട്. എന്തായാലും നല്ലൊരു അഭിനയം. ദീപു കരുണാൻ്റെ ഒക്കെ അഭിനയം, ആ വേഷമൊക്കെ നന്നായി യോജിക്കുന്നുണ്ട്. എടുത്തു പറയാൻ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ഇപ്പം അടുത്ത കാലത്ത് കണ്ട സിനിമയിൽ വെച്ചൊരു കഥയുള്ള ഒരു സിനിമയാണ്. നല്ലതായിരുന്നു, നല്ല കഥയുണ്ടായിരുന്നു. അനൂപ് മേനോൻ, മറ്റേ ബൈജു ഒക്കെ നല്ല അഭിനയമായിരുന്നു. ഞാൻ കണ്ടതാണ്. നല്ല സിനിമയാണ്. നല്ല സിനിമ വെച്ചാൽ കുറച്ച് നമ്മളിപ്പോൾ വ്യത്യസ്തമായൊരു ടൈറ്റിൽ തന്നെ സൂപ്പറാണ്. പിന്നെ എന്നിട്ട് ഇന്ദ്രജിത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദീപു കരുണാകരൻ സാർ, അദ്ദേഹമാണെങ്കിൽ ഈ മലയാള സിനിമയിൽ ഇനി നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നൈസ്, അടിപൊളി. ക്ലൈമാക്സ് അടിപൊളി, ഒരു രക്ഷയില്ല. ഭയങ്കര സസ്പെൻസ് ആയിപ്പോയി.